അൺമാസ്കിംഗ് അനോമലീസ് എന്ന നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരാറുണ്ട്. ഒരുപാട് മതവുമായും രാഷ്ട്രീയവുമായും സാമൂഹികവുമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളോടും പലതരത്തിലുള്ള ആളുകൾക്ക് വിയോജിപ്പുകൾ ഉണ്ടാവാറുണ്ട്. കമൻറ്റ് ബോക്സിലൊക്കെ അത് പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ എനിവേ നമ്മൾ അത്തരം ചർച്ചകൾ അല്ലെങ്കിൽ അത്തരം സംവാദങ്ങളെ തീർത്തും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഓൾറെഡി തന്നെ ഓൺലൈനായി ലെറ്റ്സ് ടോക്ക് അറ്റ് യു എ എന്ന പേരിൽ നമുക്ക് സമയമുള്ള സമയത്തൊക്കെ പരമാവധി ലൈവ് ഡിസ്കഷൻസ് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. സാധ്യമാകുന്ന നമ്മുടെ പല സുഹൃത്തുക്കളും അതിൽ ജോയിൻ ചെയ്തിട്ട് എത്തീസ്റ്റുകളായിട്ടുള്ള ഫെമിനിസ്റ്റുകളായിട്ടുള്ള പലതരത്തിലുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ള ആളുകൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓൺലൈനായിട്ടുള്ള അത്തരം ഡിസ്കഷൻസ് നമ്മൾ തുടർന്ന് പോരുന്നുണ്ട്. ഇനിയും അത്തരത്തിലുള്ള ഡിസ്കഷനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി അതിൽ രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഓഫ്ലൈൻ ആയിക്കൊണ്ടും അത്തരത്തിലുള്ള ഡിസ്കഷൻസിൻ്റെ ഒരു ഫോറം നമ്മൾ ഒരുക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പറയുന്ന പല കാര്യങ്ങളോടും വിയോജിപ്പുള്ള ആളുണ്ടെന്ന് അറിയാം. അവരെ എല്ലാവരെയും ക്ഷണിക്കാനാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സംവാദങ്ങൾ ഉണ്ടാവുക, ചർച്ചകൾ ഉണ്ടാവുക, ആശയപരമായിട്ടുള്ള കൈമാറ്റങ്ങൾ സംഭവിക്കുക എന്നുള്ളതാണ് ചാനലിനെ സംബന്ധിച്ച് ബേസിക് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അത് ഏത് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലബ് ഹൗസിലൊക്കെ വളരെ വിയേർഡായിട്ടുള്ള സംവാദ കൾച്ചർ ഉണ്ടായിരുന്ന സമയത്ത് ആളുകൾക്ക് അവർക്ക് സമയം നൽകി അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് പറയാനും ചർച്ച ചെയ്യാനും ഒക്കെ ഒരു അവകാശം, ഒരു അവസരമൊക്കെ നൽകിയത് ആക്ച്വലി നമ്മൾ സ്പീക്കേഴ്സ് കോർണർ മലയാളം എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമ്മൾ ഡിസ്കഷൻസ് ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴായിരുന്നു. മുഹമ്മദ് ഖാനെ പോലൊക്കെ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ പോലും അത് ശരിക്കും എടുത്ത് പറഞ്ഞിരുന്നു. നമ്മുടെ ചാനലിൽ ഉണ്ടാകുന്ന ഒരു സ്പേസ് എടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിൽ എതിർ ശബ്ദങ്ങൾ കേൾക്കുക, എതിർ ശബ്ദങ്ങൾ പുറത്തേക്ക് വരിക, ആ എതിർ ശബ്ദങ്ങളുടെ കോണ്ടെക്സ്റ്റിൽ നമ്മളുടെ പ്രതികരണങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അത് മാത്രമല്ല, നമ്മൾ റിയാക്ഷൻ വീഡിയോസ് വേറെ ചെയ്യുന്നുണ്ട്, നമ്മൾ ആശയം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അതിനെപ്പറ്റി പ്രത്യേകം പറയുന്ന വീഡിയോസ് വേറെ ചെയ്യുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ഞങ്ങൾ ആശയങ്ങൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഈ വിഷയം കേൾക്കുന്ന ജനറലായിട്ടുള്ള പൊതു ആളുകളിൽ അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന എതിരഭിപ്രായങ്ങൾ, ആ എതിരഭിപ്രായങ്ങൾ പറയാനും അതിനോടുള്ള ഞങ്ങളുടെ റെസ്പോൺസുകൾ അറിയിക്കാനും കൂടി ഞങ്ങൾ താല്പര്യപ്പെടുന്നു. കാരണം അത് ഞങ്ങളുടെ ആശയത്തെ ഏറ്റവും മികച്ച രീതിയിൽ പുറത്തേക്ക് എത്തിക്കുന്നതിനൊപ്പം തന്നെ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഏതൊക്കെ തരത്തിലുള്ള ചിന്തകളാണ് നിലനിൽക്കുന്നത് എന്നതുകൂടി ബാക്കിയുള്ളവർക്ക് അറിയാൻ അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓൺലൈനായിട്ട് ലെറ്റ്സ് ടോക്ക് അറ്റ് യു എ എന്നുള്ള ഒരു സംവിധാനം തുടങ്ങിയത്. ഇപ്പോഴും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലൂടെ അതിൻ്റെ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാം. ആ ലിങ്കിൽ രജിസ്റ്റർ കഴിഞ്ഞാൽ നിങ്ങളെ നമ്മുടെ പ്രതിനിധി കോൺടാക്ട് ചെയ്യും. അങ്ങനെ ആ ബന്ധപ്പെട്ടതിന് ശേഷം ഒരു ഡേറ്റ് നമുക്ക് രണ്ടുപേർക്ക് സൗകര്യപ്പെട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ ഒരു ചർച്ച ഓൺലൈനായിട്ട് ലൈവായിട്ട് സംഘടിപ്പിക്കപ്പെടും. ഇനി അതങ്ങനെ പോരാ എന്ന് വിചാരിക്കുന്ന ആളുകൾക്കും ഒപ്പം തന്നെ ഞങ്ങൾ ഈ ഓഫ്ലൈനായിട്ട് സംവിധാനം തുടങ്ങാനുള്ള മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സ്പെസിഫിക്കായി കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തുന്ന രീതിയിൽ കുറച്ചുകൂടി കൃത്യമായി ഓഫ്ലൈൻ ചർച്ചൻ്റെ ഓൺലൈൻ ചർച്ചൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ തരത്തിലുള്ളൊരു ചർച്ച ഇത്തരത്തിൽ പല വിഷയങ്ങളിൽ അത് 2, 3, 4 ആളുകൾ ഇരുന്നു കൊണ്ടുള്ള ചർച്ചകൾ, അത് എതിർ ശബ്ദങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം താല്പര്യപ്പെടുന്നത്. അവർക്ക് ആ എതിർ ശബ്ദങ്ങൾ അവർ പറയുകയാണെങ്കിൽ അവിടെ അതേപോലെ തന്നെ ഞങ്ങളുടെ പക്ഷത്ത് ഞങ്ങളുടെ ശബ്ദം, ഞങ്ങളുടെ ആശയങ്ങൾ പറയുന്ന ആളുകളുണ്ടാകും. അപ്പോൾ ആ തരത്തിലൊരു ആശയ കൈമാറ്റം ഓൺലൈനേക്കാൾ കുറച്ചുകൂടി എഫക്റ്റീവായ രീതിയിൽ, കുറച്ചുകൂടി ഒബ്ജക്റ്റീവായ സ്പെസിഫിക് ആയ രീതിയിൽ നടത്താമെന്നുള്ളതാണ് ഈ ഓഫ്ലൈൻ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. അതും ഇതുപോലെ തന്നെ രജിസ്ട്രേഷൻ ലിങ്ക് കൂടെ നൽകുന്നതാണ്. ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ താല്പര്യം അറിയിക്കാം. നിങ്ങൾ അതേപോലെ തന്നെ പ്രതിനിധികൾ ബന്ധപ്പെടും. അതിനർത്ഥങ്ങൾ രജിസ്റ്റർ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ഒരു ചർച്ച ഉണ്ടാകുന്നതല്ല, അതുകൂടി പ്രത്യേകം മനസ്സിലാക്കുക. നമ്മൾ എല്ലാവരും നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ നമ്മൾ പല തരത്തിലുള്ള ജോലിയും പഠനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പലതരം ആളുകൾ തന്നെയാണ്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടേതും അതുപോലെ തന്നെ നിങ്ങളുടെ ആയിട്ടുള്ള സൗകര്യവും സമയമൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് സംഘടിപ്പിക്കുക. അപ്പോൾ എനിവേ അങ്ങനെ നേരിട്ട് ഇരുന്നു കൊണ്ട് നമ്മളോട് ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ, അതേത് വിഷയങ്ങൾ, നമ്മൾ മതം സംസാരിക്കാറുണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള പല അഭിപ്രായവും, കക്ഷി രാഷ്ട്രീയ വഴക്കുകളല്ലെങ്കിലും രാഷ്ട്രീയത്തിലെ ചില വിഷയങ്ങളിലൊക്കെ നമ്മൾ അഭിപ്രായം പറയാറുണ്ട്. അതേപോലെ തന്നെ LGBT വിഷയങ്ങൾ, ഫെമിനിസം, സ്ത്രീകളും പുരുഷന്മാരും, അത്തരത്തിലുള്ള വിഷയങ്ങളിലെ പല വിഷയങ്ങളും നമ്മൾ ഇടപെട്ട് സംസാരിക്കാറുണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് പല വിഷയങ്ങൾ കേൾക്കുമ്പോൾ ഇതിവർ പറയുന്നത് ശരിയല്ലല്ലോ, ഇന്ന പോയിന്റുകൾ ഇവർ മിസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന രൂപത്തിലൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. അത്തരം വിഷയങ്ങൾ ഞങ്ങളുമായി നേരിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിബേറ്റ്സ്, വളരെ ആരോഗ്യകരമായിട്ടുള്ള ചർച്ചകൾ നടക്കാനും ഞങ്ങൾ കൂടുതൽ താല്പര്യപ്പെടുന്നു. നിങ്ങൾക്കും അത്തരത്തിലുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൽ രജിസ്റ്റർ ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മൾ എല്ലാവരുടെയും സൗകര്യത്തിനനുസരിച്ച് അത്തരത്തിലുള്ള ഡിസ്കഷൻ ഫോറംസും നമ്മൾ തുടങ്ങുകയാണ്. പ്രത്യേകിച്ചും വിഷയത്തിനും സമയത്തിനും അനുസരിച്ച് ഇതിന് ഓരോന്നിനും സ്വഭാവമായിട്ട് അതിൻ്റെതായിട്ടുള്ള സമയം, അതിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് രജിസ്റ്റർ ചെയ്യുക. അതിൽ ആരും അത്തരത്തിലുള്ള ബദ്ധപ്പാടുകൾ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുക എന്നുള്ള പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ അത്തരത്തിൽ ഓഫ്ലൈൻ ഡിസ്കഷനെ പറ്റിയും താല്പര്യങ്ങൾ പല ഭാഷയിൽ അവതരിപ്പിച്ചിരുന്നു. ആ പല ഭാഷക്കാർക്കും ഏത് ഭാഷയിൽ ഈ ഓഫ്ലൈൻ ഡിസ്കഷനെ പറ്റിയുള്ള താല്പര്യങ്ങൾ അറിയിക്കുന്ന ആളുകൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാം, ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി വരാം. അത് അത്തരത്തിൽ ഒരാളെ നമ്മൾ അത്തരത്തിൽ
അങ്ങനെ കാണുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ട് വരാം. പക്ഷെ അതിനൊരു സമയം അതിനൊരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. നമ്മളുടേതായ ഡിസ്കഷൻസിലേക്ക് പിന്നെ അതിൻ്റെ നമ്മൾ പല ടോപ്പിക്സും നമ്മൾ എടുക്കും. ആ ടോപ്പിക്സിൽ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അത്തരം വിഷയങ്ങളിൽ ഡിസ്കഷൻസ് വരുമ്പോൾ നിങ്ങളെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാം. പിന്നെ ഒരു പ്രത്യേക ഫോർമാറ്റിലുള്ള ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അല്ലാതെ നിങ്ങളൊരു പക്ഷം പറയുന്നു, ഞങ്ങൾ വേറൊരു പക്ഷം പറയുന്ന ഒരു ഫോർമൽ ഡിബേറ്റ് ഉണ്ടാവും, നിങ്ങൾ കുറേ കണ്ടീഷൻസ് പറയും, അതല്ല. ഒരു ഫോർമാറ്റിലുള്ള ഒരു പ്രോഗ്രാം, ഒരു മോഡറേറ്റർ ഉണ്ടാവുന്നു, രണ്ട് പക്ഷത്തുള്ള തത്തുല്യമായിട്ടുള്ള ആളുകൾ ഉണ്ടാവുന്നു, ഈ രണ്ട് പേർക്കും ഒരേപോലെ തന്നെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. ഇങ്ങനെ ഓൾറെഡി പ്രീവിയസ്ലി സെറ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് അവിടെ ഉണ്ട്. ആ ഫോർമാറ്റ് ഇപ്പോൾ നമുക്ക് ലെറ്റ്സ് ടോക്ക് അറ്റ് യു എന്ന് പറയുന്ന നമ്മളെ ലൈവ് ഡിസ്കഷൻ്റെ ഫോർമാറ്റ് നോക്കാം. അനീതിപരമായിട്ടുള്ള ഒരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലൊരു നീതിയുക്തമായിട്ടൊരു ഫോർമാറ്റ് അവിടെ ഉണ്ടാവും. ആ ഫോർമാറ്റിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു സംവാദ പ്രതിനിധിയെ പോലെ എന്താ പറയുക, ഇന്ന കണ്ടീഷൻസ് ഉണ്ട് അങ്ങനെയൊന്നും വരുന്നതിൽ അർത്ഥമല്ല. കാരണം കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഈ ഫോർമാറ്റ് നിങ്ങൾക്ക് ചേരില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മാറിക്കും. ഈ ഫോർമാറ്റ് പറ്റുന്ന ആളുകൾക്കാണ് ഇതിലേക്ക് ക്ഷണം. അവർക്ക് ക്ഷണം സ്വീകരിക്കാം, രജിസ്റ്റർ ചെയ്യാം, പങ്കെടുക്കാം. നമ്മുടെ ഈ ചാനലിലെ ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ള, എതിരഭിപ്രായമുള്ള, പ്രത്യേകിച്ചും പറയുന്നത് എതിരഭിപ്രായമുള്ള ആളുകളെ ഈ ഒരു ഡിസ്കഷൻസിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ആശയങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ അത്തരം വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യാം. കുറച്ചും കൂടി ഒരു സമയം എടുത്തുകൊണ്ട്, പലപ്പോഴും ചാനൽ ഡിസ്കഷൻസിലൊന്നും നമുക്ക് തീരെ സമയം കിട്ടൂല, കാര്യങ്ങൾ പറഞ്ഞ് മുഴുമിപ്പിക്കാൻ സാധ്യമാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് ഒക്കെ വെക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്കും സമാധാനത്തോട് പറയാൻ പറ്റും, നമുക്കും പറയാൻ പറ്റും. അങ്ങനെ ആളുകളെല്ലാം കേൾക്കുന്നൊരവസ്ഥ ഉണ്ടാവും. അതിനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എനിവേ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, അത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ നേരിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.